Divisional Accountant Officer Important Question Discussion Chapter 4 Part 1 Bill of Exchange Promissory Note and Check. First question, a bill of exchange is a dash. അപ്പോൾ നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനുള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ഡാഷ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പഠിക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്. അപ്പം നമുക്ക് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് യു മീൻ ബൈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ റിട്ടേൺ അക്നോളജ്മെന്റ് ഓഫ് എ ഡെറ്റ് ഗിവൺ ബൈ വൺ പേഴ്സൺ ടു അനദർ. അതൊരു റിട്ടേൺ അക്നോളജ്മെന്റ് ആണ്. ഇപ്പം നമുക്കൊരു ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് ഫേമിൽ സെല്ലറും ഉണ്ട് ബയ്യറും ഉണ്ട്. അപ്പം ഒരു ബിസിനസ് ഫേമിൽ രണ്ട് ടൈപ്പിലുള്ള സെയിൽസ് ആണ് നടക്കുന്നത്. ക്യാഷ് സെയിൽസ് നടക്കാറുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് നടക്കാറുണ്ട്. അപ്പം ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്താണ് നമുക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ആവശ്യം വരുന്നത്. ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്താണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ് ഫേമിൽ നിന്നും ബയ്യർ കടത്തിനാണ് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ സെല്ലർ ഒരു റിട്ടേൺ അക്നോളജ്മെന്റ് എഴുതി തയ്യാറാക്കി ബയ്യറുടെ കയ്യിൽ നിന്നും അക്സെപ്റ്റൻസ് മീൻസ് സൈൻ ഇട്ട് വാങ്ങിച്ചു വെക്കുന്നു ആ ഒരു ഡോക്യുമെന്റിനെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ റിട്ടേൺ അക്നോളജ്മെന്റ് ഓഫ് എ ഡെറ്റ് ഗിവൺ ബൈ വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഈ വൺ പേഴ്സൺ ആരാണ്? സെല്ലർ. അനദർ പേഴ്സൺ ആരാണ്? ബയ്യർ. നെക്സ്റ്റ് നോക്കാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ബൈ എ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡാഷ്. അപ്പം നമ്മളിവിടെ പഠിച്ചു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെല്ലറും ബയ്യറും തമ്മിലുള്ള ഒരു റിട്ടേൺ എഗ്രിമെന്റ് ആണ് ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ. അപ്പോൾ സെല്ലർ എന്ന് പറയുന്നത് ആരാണ്? സെല്ലർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ് സെല്ലർ. ബയ്യർ എന്ന് പറയുന്ന അപ്പം ആരായിരിക്കും? ഡെറ്റർ ആണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ മീൻസ് എഴുതി തയ്യാറാക്കുന്ന ആളെ ഡ്രോയർ എന്നാണ് വിളിക്കുന്നത്. ഡ്രോയർ ആരാണ് എഴുതി തയ്യാറാക്കുന്നത്? സെല്ലറാണ് എഴുതി തയ്യാറാക്കുന്നത്. സോ സെല്ലറിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയർ. അപ്പൊ ഡ്രോൺ ബൈ ക്രെഡിറ്റർ. അപ്പൊ സെല്ലർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ക്രെഡിറ്റർ ആണ്, ഡ്രോയർ ആണ്. അപ്പൊ ബയ്യർ ആരൊക്കെ ആവാം? ബയ്യർ എന്ന് പറയുന്നത് ഒരു ഡെറ്ററും ആവാം, ഡ്രോയി ആവാം. അപ്പം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മെയിനായിട്ട് 2 പേഴ്സൺസ് ആണ് ഇൻവോൾവ് ആവുന്നത്, സെല്ലറും ബയ്യറും. വേറൊരു പേര് പറഞ്ഞ ഡ്രോയറും ഡ്രോയി. ഡ്രോയർ എന്ന് പറയുന്ന ആളാണ് എഴുതി തയ്യാറാക്കുന്നത്, ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുന്ന ആള്, ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്ന ആള്. അപ്പം സെല്ലർ എന്ന് പറയുന്നത് ക്രെഡിറ്ററും ബയ്യർ എന്ന് പറയുന്നത് ആരാണ്? ഡെറ്ററും ആണ്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡയറക്റ്റഡ് ടു ഡാഷ് ടു പേ എ സർട്ടൺ സം ഓഫ് മണി ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് സർട്ടൺ പീരിയഡ്. അപ്പൊ ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? ഒരാളോട് ഡയറക്റ്റ് ചെയ്യുവാണ്. ആരോടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? സെല്ലർ ബയ്യറോട് ഡയറക്റ്റ് ചെയ്യുവാണ്. ബയ്യർ മീൻസ് ആരാണ്? ഡെറ്ററോട് ഡയറക്റ്റ് ചെയ്യുവാണ്. എന്താണ്? ടു പേ സർട്ടൺ സം ഓഫ് മണി ഓൺ ഡിമാൻഡ് ഓർ എക്സ്പയറി ഓഫ് ദി സർട്ടൺ പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമുക്ക് മനസ്സിലായി, ഡെറ്റർ അതായത് ബയ്യറോട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുവാണ്, ഫേം ഡയറക്റ്റ് ചെയ്യുവാണ് ഇതൊരു നിശ്ചിത തുക നിശ്ചിത സമയത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ മോസ്റ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 2 പ്രോമിസറി നോട്ട്സ്, 3 ഹുണ്ടീസ്. അപ്പം നമുക്കറിയാം ക്രെഡിറ്റ് കടത്തിന് സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തെങ്കിലും ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സ് എവിഡൻസ് ആയിട്ട് നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ സെല്ലർ വാങ്ങിച്ചു വെക്കണം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു അൺകണ്ടീഷണൽ ഡോക്യുമെന്റ് ആണ്. അവിടെ കണ്ടീഷൻസുകളൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും അവിടെ പറയുന്നില്ല. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെല്ലർ, ബി എന്ന് പറയുന്ന ബയ്യർ. കടത്തിന് ബി എന്ന് പറയുന്ന ബയ്യർ എയുടെ സെല്ലറുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി. എ എന്ന് പറയുന്ന സെല്ലർ ബില്ല് എഴുതി ബിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് വാങ്ങിപ്പിച്ച് വെച്ചു. അവിടെ ഒരു കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഡോക്യുമെന്റ്. ആണ്. നെക്സ്റ്റ് എന്താണ്? ഇപ്പം നമ്മൾ പഠിച്ചു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത്രയും നേരം പഠിച്ചു. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏകദേശം ഒരേ നേച്ചറിൽ വരുന്ന തന്നെയാണ്. പക്ഷേ പ്രോമിസറി നോട്ട് അങ്ങനെ അല്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അടുത്ത മൂന്നാമത് പറഞ്ഞത് ഹുണ്ടീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6, in Indian evidence of instrument of credit have been used since time immemorable and are popularly known as. അപ്പോൾ ഹുണ്ടീസ് ആണ്. ഹുണ്ടീസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പം
ഹുണ്ടീസ് എന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേം ആണ്. നോർത്ത് ഇന്ത്യൻ ടേമിൽ പറയുന്ന എന്താണ് ഹുണ്ടീസ് എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ട്രേഡ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ RBIയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് ഹുണ്ടീസിനെ പറ്റി. ഹുണ്ടീസ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ in writing made by a person directing another person to pay a certain sum of money to എ പേഴ്സൺ നൈംഡ് ഇൻ ദ ഓർഡർ. അപ്പോൾ ഈ ഹുണ്ടീസ് എന്ന് പറയുന്ന ഒരു ഓർഡർ തന്നെയാണ്, അൺകണ്ടീഷണൽ ഓർഡർ തന്നെയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ തന്നെയാണ് ഹുണ്ടീസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു പേഴ്സണോട് ഡയറക്റ്റ് ചെയ്യുവാണ്, ഒരു പേഴ്സൺ വേറൊരു പേഴ്സണിനോട് ഡയറക്റ്റ് ചെയ്യുവാണ്. ആ ഓർഡറിൽ പറഞ്ഞേക്കുന്ന ആളുടെ പേരിൽ ഈ പേ ചെയ്യാനുള്ള എമൗണ്ട് പേ ചെയ്യണം എന്ന്. ഇപ്പം ABC, ഒരു തേർഡ് പേഴ്സണും കൂടി ഇരിക്കട്ടെ, C. അപ്പം A എന്ന് പറയുന്ന സെല്ലർ B എന്ന് പറയുന്ന ബയ്യറോട് ഒരു ഓർഡർ, ആ ഓർഡറിൽ C എന്ന് പറയുന്ന ഒരാളുടെ പേര് എഴുതി പറയുവാണ് ആ C എന്ന് പറയുന്ന ആൾക്ക് ഈ പേയ്മെന്റ് കൊടുക്കണമെന്നുള്ളത്. കാരണം സെല്ലറുടെ A എന്ന് പറയുന്ന സെല്ലറുടെ കയ്യിൽ നിന്ന് B എന്ന് പറയുന്ന ബയ്യർ കടത്തിനാണ് സാധനം വാങ്ങിച്ചത്. ഇപ്പൊ പേയ്മെന്റ് C എന്ന് പറയുന്ന ഒരാളുടെ പേര് മെൻഷൻ ചെയ്തേക്കും ഓർഡറിൽ, ആ ആൾക്ക് കൊടുക്കണമെന്ന് എന്താണ് ആ ഓർഡറിൽ പറഞ്ഞേക്കുന്നു. അപ്പൊ ഹുണ്ടീസ് അതാണ്, മനസ്സിലായല്ലോ. ഇത് പണ്ട് കാലത്താണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെയാണ് ഈ ടേം കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് 7, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഹുണ്ടീസ് പോപ്പുലർ ഇൻ ഇന്ത്യ ആർ. അപ്പൊ ഇന്ത്യയിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഹുണ്ടീസ് എന്താണ് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. സഹോയി ഹുണ്ടീസ്. സഹോയി ഹുണ്ടീസ് എന്ന് വെച്ചാൽ ഒരു കോപ്പറേഷൻ വേർഡാണ്, ഒരു ഗുജറാത്തി ടേം, ഹിന്ദി ടേം എന്നൊക്കെ പറയും. സഹോജ് ഹുണ്ടീസ്. അടുത്ത എന്താണ്? ദർശനി ഹുണ്ടീസ്. ദർശനി ഹുണ്ടീസ് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ് ഇൻസ്ട്രുമെന്റ്? ദാറ്റ് ഈസ് പേബിൾ ഓൺ ഡിമാൻഡ്. അതൊരു ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും യൂസ്ഡ് ടു സെറ്റിൽ സം ഡെറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ എന്താണ് പറയുന്നത്? മുഡാട്ടി ഹുണ്ടീസ്. മുഡാട്ടി ഹുണ്ടീസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് അലൗസ് ഫോർ പേയ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഡേറ്റ്. ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പേ ചെയ്യുന്നതാണ് മുഡാട്ടി ഹുണ്ടീസ്. പ്രൊനൗൺസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് വ്യത്യാസം വന്നേക്കാം. നമുക്ക് എക്സാമിൽ നമുക്ക് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഒന്നും ചോദിക്കാറില്ല. PSC എക്സാംസ് എന്താണ് ഹുണ്ടീസ് എന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന നമജോ ഹുണ്ടീസ്. പിന്നെന്താ? ധനിജോ ഹുണ്ടീസ്. പിന്നെന്താ? ജബാബി ഹുണ്ടീസ്. ഹോങ്ഹാമി ഹുണ്ടീസ്. ഫയർമാൻ ഹുണ്ടീസ് എക്സെട്ര. ഇത്രയും ഹുണ്ടീസ് ആണ് വെറൈറ്റീസ് ഓഫ് ഹുണ്ടീസ്. ഇതൊക്കെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഹിന്ദി ഗുജറാത്തി വേർഡുകളാണ് ഈ മോളി പറഞ്ഞേക്കുന്ന ഹുണ്ടീസ്, വെറൈറ്റീസ് ഓഫ് ഹുണ്ടീസ് പറയുന്നത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എന്താ സഹയോഗ് ഹുണ്ടീസ്. അപ്പം എന്താണ് സഹയോഗ് ഹുണ്ടീസ്? It is drawn by one merchant on another, asking the latter to pay the amount to ഷാ. അപ്പം അവിടെ ഒരു ലേറ്റർ പേയ്മെന്റ്, ഒരു ക്രെഡിറ്റ് സെയിൽ തന്നെയാണ് നടന്നത്. മർച്ചന്റ് എന്ന് പറയുന്ന ആൾ, സെല്ലർ എന്ന് പറയുന്ന ആൾ വേറൊരു പേഴ്സണിനോട് പറയുവാണ് ഇത് ലേറ്റർ പേയ്മെന്റിന് വേണ്ടി. അപ്പോൾ ബില്ല് ഡ്രോൺ ചെയ്യുക മർച്ചന്റർ ബയ്യർക്ക് സഹ എന്ന് പറയുന്ന ആളുടെ എമൗണ്ട് ടു ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവിടെ അങ്ങനെയാണ് ആ പേഴ്സണെ അറിയപ്പെടുന്നത്. അപ്പോൾ ഷാ എന്ന് പറയുന്നത് എന്താണ്? ഷാ ഈസ് എ റെസ്പെക്റ്റബിൾ ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സൺ, എ മാൻ ഓഫ് വർത്ത് ആൻഡ് നോൺ ഇൻ ദ ബസാർ. അപ്പോൾ അവിടെ ഒരു ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റീസണബിൾ പേഴ്സൺ അല്ലെങ്കിൽ റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ടുള്ള ആളെയാണ് ഷാ എന്ന് പറയുന്നത്. അവിടുത്തെ ബസാറുകളിൽ അങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ വിളിക്കുന്നത്, ഷാ എന്ന് പറഞ്ഞ്. അപ്പം സഹയോഗ് ഹുണ്ടീസ്, മർച്ചൻ്റർ വേറൊരു പേഴ്സണിനോട് പറയുകയാണ് ലേറ്റർ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് സഹയോഗ് ഹുണ്ടീസ് എന്ന് പറയുന്നത്. അടുത്ത 10ാമത്തെ നോക്കാം. വാട്ട് ഈസ് ദർശനി ഹുണ്ടീസ്. അപ്പം എന്താണിത്? ഹുണ്ടീസ് പേബിൾ അറ്റ് സൈറ്റ്. It must be presented for payment within a reasonable time after it received by the holder. അപ്പോൾ ദർശനി എന്ന് പറയുന്നത് എന്താണ്? ദർശനി ഹുണ്ടീസ് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ സൈറ്റിൽ, അതായത് എങ്ങനെ അത് പേ ചെയ്യണം എന്ന് പറയുന്നത് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഫോർ ദ പേയ്മെൻറ്റ്
വിത്തിൻ എ റീസണബിൾ ടൈം ആഫ്റ്റർ ദ റെസിപ്റ്റ് ഓഫ് ദി ഹോൾഡർ. അപ്പോൾ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഇതെന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. ഈ ബില്ല് അല്ലെങ്കിൽ ഡെറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്നതാണ് ദർശനി. ആ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ. അപ്പം നമുക്ക് ഇപ്പോൾ ടൈപ്പ് ഓഫ് ബില്ല് പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിമാൻഡ് ബില്ല്, ടൈം ബില്ല് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ടൈം ബില്ലിനകത്ത് എന്താ പറയുന്നത്, ആ ഒരു സ്പെസിഫൈഡ് എക്സ്പയറി ടൈം ഒക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ പേ ചെയ്യുന്ന ബില്ലുകളെയാണ് എന്താണ് ടൈം ബില്ല് അഥവാ ഉസാൻസ് ബില്ലെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. PSCയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ടൈം ബില്ല്, ഡിമാൻഡ് ബില്ല്. ഇതിന് രണ്ട് പേരുകളൊക്കെ പറയുന്നുണ്ട്. ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരാണ് സൈറ്റ് ബില്ല്, ടൈം ബില്ലിൻ്റെ വേറൊരു പേരാണ് ഉസാൻസ് ബില്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് ദർശനി ബില്ലിനകത്ത് ഒരു റെസ്പോൺസിബിൾ ടൈം പറയുന്നുണ്ട്, അതിനെന്താ പേയ്മെൻറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ദർശനി ഹുണ്ടീസ് ഈ സിമിലർ ടു ഡിമാൻഡ് ബില്ല്. ഡിമാൻഡ് ബില്ലിന് സിമിലർ ആയിട്ട് വരുന്നതാണ് ദർശനി ബില്ല്. അപ്പോൾ ഡിമാൻഡ് ബില്ല് എന്താണ് നമുക്ക് പഠിക്കണം. ഡിമാൻഡ് ബില്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിൽ പേബിൾ ഓൺ ഡിമാൻഡ്. ഒരു ഡിമാൻഡിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് കിടക്കണം. അതായത് ഇപ്പോൾ ഡെലിവറി ഇന്ന് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് നമ്മളെ സെല്ലറാണ്. ഇപ്പോൾ നമ്മളൊരു ഫേം നടത്തുക, നമ്മൾ ബയ്യർക്ക് ഇന്ന് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡെലിവറി ടൈമിൽ തന്നെ പേയ്മെൻറ്റ് വേണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ബില്ലുകളെയാണ് ഡിമാൻഡ് ബില്ല് എന്ന് പറയുന്നത്. ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരാണ് സൈറ്റ് ബില്ല്. പഠിക്കാമെന്ന് വെച്ചാൽ സൈറ്റിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു, ആ ഒരു സൈറ്റിൽ സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ഇത് മിക്ക PSC ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്നത് അനദർ നെയിം ഓഫ് ഡിമാൻഡ് ബിൽ. ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരെന്താണ് സൈറ്റ് ബിൽ എന്നാണ് പറയുന്നത്. അപ്പം പേബിൾ ഓൺ ഡിമാൻഡാണ് ഓൺ ഡിമാൻഡ് ഓർ ബിൽ അറ്റ് ദ സൈറ്റ്. ഇപ്പോൾ ഡിമാൻഡ് ബില്ല് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ബാങ്കിൽ കൊണ്ടുകൊടുത്ത് പൈസ വാങ്ങിക്കാനോ ഒന്നും പറ്റില്ല. കാരണം നമ്മൾ ആ സൈറ്റിൽ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുവാണ്. അപ്പം അതിന് പറയുന്ന പേരാണ് ഡിമാൻഡ് ബില്ല് അഥവാ ദർശനി ബില്ല്. അപ്പോൾ ദർശനി ബില്ല് സിമിലർ ടു ഡിമാൻഡ് ബിൽ. ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരാണ് സൈറ്റ് ബിൽ. എപ്പോഴും പറയുന്നത്, കാരണം PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരെന്താണ്. ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരാണ് സൈറ്റ് ബില്ല്. പിന്നെ വാട്ട് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മുഡാറ്റി ഹുണ്ടീസ്. അപ്പം മുഡാറ്റി ഹുണ്ടീസ് എന്ന് പറയുന്നത് ഈസ് പേബിൾ ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിന് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്യൂച്ചർ ഡേറ്റിലോട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു ഫ്യൂച്ചർ ടൈം പീരീഡ് പറയും. അതിനെയാണ് മുഡാറ്റി. മുഡാറ്റി എന്ന് പറയുമ്പോൾ പേബിൾ ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അപ്പം ഈ മുഡാറ്റി ബില്ല് എന്തിനൊരു സിമിലറാണ്, ടൈം ബില്ലിന് എക്സാമ്പിളാണ് ടൈം ബില്ല്. ടൈം ബില്ല് എന്താണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ബില്ലും ഉണ്ട്, ടൈം ബില്ലും ഉണ്ട്. ഡിമാൻഡ് ബില്ലിൻ്റെ വേറൊരു പേരാണ് സൈറ്റ് ബില്ല് എന്ന് പറഞ്ഞു. ഇനി ടൈം ബില്ല് എന്താണെന്ന് പഠിക്കാം. ടൈം ബില്ലിൻ്റെ വേറൊരു പേരുണ്ട് ഉസാൻസ് ബില്ല്. ടൈം ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ബിൽസ് പേബിൾ ഓൺ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൻ്റെ എക്സ്പയറി ആവുന്ന ടൈമിൽ, ആ ഒരു ടൈം എക്സ്പയറി ആകുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഡേറ്റ് ഓർ ആഫ്റ്റർ ദ സൈറ്റ് ഒരു ടൈം പീരീഡ് പറഞ്ഞിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ടൈം ബിൽ അഥവാ ഉസാൻസ് ബിൽ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഈ മുഡാറ്റി ഹുണ്ടീസ് എന്തിന് സിമിലറാണ്, ടൈം ബില്ലിന് സിമിലർ ആണെന്നാണ് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് contains an unconditional order to pay a certain amount or an agreed date, while a promissory note contains an unconditional promise to pay certain sum of money on certain date. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയും പ്രോമിസറി നോട്ടിൻ്റെയും ഡിഫറൻസ് ആണ് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ഓർഡർ ആണ്. ഇപ്പം ക്വസ്റ്റ്യനിൽ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം, ഓപ്ഷനിൽ നിന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് എടുക്കണം. അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കണം, പ്രോമിസറി നോട്ട് എടുക്കണം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അൺകണ്ടീഷണൽ ഓർഡർ ആണ്. ടു പേ എ സർട്ടൺ സം ഓഫ് മണി ഇൻ എഗ്രീഡ് ഡേറ്റ്. ഒരു എഗ്രീഡ് ഡേറ്റിൽ ബയ്യർ സെലർക്ക് പേയ്മെൻറ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പ്രോമിസറി നോട്ട് എന്താണ്, ഒരു സർട്ടൺ അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. ഒരു പ്രോമിസ് കൊടുക്കുവാണ്, തിരിച്ചാണ് ബയ്യർ സെലർക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ് പ്രോമിസറി നോട്ട്. അതും ഒരു സർട്ടൺ സം ഓഫ് മണി ഇൻ സർട്ടൺ ഡേറ്റിൽ കൊടുക്കാം എന്നുള്ളത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റ് ആർ ഗവേൺഡ് ബൈ. അപ്പം നമ്മൾ പഠിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റുകളെല്ലാം ഗവേൺ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ഏതാണ് അതോറിറ്റി? ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ആണ്. ഇതിൻ്റെ ഇയർ മിക്ക PSC പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881.
അപ്പം ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ആണ് എല്ലാ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻസിനെയും ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി എന്നറിയപ്പെടുന്നത്, ആക്ട് എന്നറിയപ്പെടുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ലീഗൽ വാലിഡ് ഡോക്യുമെൻ്റ് ആസ് ആൻ എവിഡൻസ് ഓഫ് ഡെറ്റ്. അപ്പോൾ ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്ത്, ഒരു ലീഗലി വാലിഡ് എവിഡൻസ് ഓഫ് ഡെറ്റ് എന്നറിയപ്പെടുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ 16. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് 18 അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എന്തുണ്ടെന്ന് മനസ്സിലായി, ലീഗൽ വാലിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or the bearer of the instrument. നമ്മളിത് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ആരാണ് മേക്ക് ചെയ്യുന്നത്? സെല്ലറാണ്. സൈൻഡ് ബൈ ദ മേക്കർ ഡയറക്റ്റിംഗ് എ സെർട്ടൺ സം ഓഫ് മണി എന്താണ് certain person to pay a certain sum of money only to or the order of certain person to pay bearer. അതായത് ആരാണോ ഇൻസ്ട്രുമെന്റ് ബെയർ ചെയ്തിരിക്കുന്ന ആൾക്ക് certain sum of money കൊടുക്കണമെന്നാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 എത്രാമത്തെ സെക്ഷനിലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 5 അതും PSCക്ക് റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏത് ആക്ടില്? ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില് സെക്ഷൻ 5. നെക്സ്റ്റ് 19ാമത് ക്വസ്റ്റ്യൻ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ജനറലി ഡ്രോൺ ബൈ എ ക്രെഡിറ്റർ upon his debtor. It has to be accepted by drawing, means debtor or someone behalves. It is just a draft till the acceptable is made. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കുന്ന ആരാണ്? സെല്ലർ, മീൻസ് ഡ്രോയർ ആണ് അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്? ബയ്യർ മീൻസ് ആരാണ്? ഡെറ്റർ അല്ലെങ്കിൽ ഡ്രോയി എന്ന് പറയുന്നുണ്ട്. ഡ്രോയി ഇല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ സാധ്യത്തിൽ ആരാണോ ഉള്ളത്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയം വരെ ഇത് എന്താണ്? ഒരു ഡ്രാഫ്റ്റ് ആണ്. ബയ്യർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം വരെ ഇതൊരു ഡ്രാഫ്റ്റ് ബില്ലായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡ്രാഫ്റ്റ് ടിൽ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഈസ് മെയ്ഡ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം വരെ, ബയ്യർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം വരെ ഇതൊരു ഡ്രാഫ്റ്റ് ബില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിൽ ഫീച്ചേഴ്സ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ഇൻസ്ട്രുമെൻ്റ് ഇൻ റിട്ടേൺ. നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. രണ്ടെന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇവിടെ നമുക്ക് ഒരു കണ്ടീഷനും വെക്കുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. പിന്നെന്താ? മൂന്നാമത് പറയുന്നത് എന്താ? ഇത് ഓർഡർ മസ്റ്റ് ബി പേ മണി ആൻഡ് മണി ഓൺലി. അവിടെ എന്താണ്? പൈസ മാത്രമേ നമുക്ക് പേയ്മെന്റ് സമയത്ത് ക്യാഷ് പേയ്മെന്റുകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നാലാമത്തെ എന്താ പറയുന്നത്? ദ സം പേയബിൾ മസ്റ്റ് ബി സ്പെസിഫിക്. ആ എമൗണ്ട്, ആ ബില്ലിൽ പറഞ്ഞേക്കുന്ന എമൗണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ പേ ചെയ്യുന്നത്. അഞ്ചാമത്തെ എന്താണ് പറഞ്ഞേക്കുന്നത്? ദ മണി മസ്റ്റ് ബി പേയബിൾ ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ടു ഹിസ് ഓർഡർ ഓർ ഇറ്റ്സ് ബെയറർ. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ബെയർ ചെയ്യുന്ന ആർക്കാണോ ആ ടൈമിൽ ആ ഇൻസ്ട്രുമെന്റ് ബെയർ ചെയ്യുന്നത് അവർക്ക് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേയ്മെന്റ് നടത്തേണ്ടത്. ഡെഫിനിറ്റ് പേഴ്സണ് തന്നെ വേണം നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. ആറാമത്തെ എന്താണ്? ദ എമൗണ്ട് മസ്റ്റ് ബി പെയ്ഡ് വിത്ത് ഇൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഓർ ഓൺ ഡിമാൻഡ്. ഇപ്പം നമ്മൾ പഠിച്ചു 2 ടൈപ്പ് ബില്ല് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എഴുതാം. ടൈം ബില്ലും ഡിമാൻഡ് ബില്ലും. അപ്പം സ്റ്റിപ്പുലേറ്റഡ് ടൈമിലോ അല്ലെങ്കിൽ ഡിമാൻഡിലോ ആണ് നമ്മളിത് ബില്ല് പേയ്മെന്റ് ചെയ്യേണ്ടത്. അതെ, ആ ബില്ലിന്റെ ടൈപ്പിന്റെ നേച്ചറിന്റെ ബേസിസിലാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഏഴാമത് എന്താണ്? ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ ഓർ ഡ്രോയർ. അപ്പം ഇതെന്താണ്? മേക്കറോ ഡ്രോയർ സൈൻ ചെയ്തിരിക്കണം. ഏതില്? മേക്കറോ ഡ്രോയർ മീൻസ് സെല്ലർ ഇതിൽ സൈൻ ചെയ്തിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ്. കാരണം ഡ്രോയറും ഡ്രോയിയും സൈൻ ചെയ്തെങ്കിൽ ഇതൊരു വാലിഡ് അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ് ആവുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ മേക്കർ ഓർ ഡ്രോയർ.
എട്ടാമത്തെ എന്താണ്? ദ നെയിം ഓഫ് ദി ഡ്രോയി മസ്റ്റ് ബി ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ ഡോക്യുമെന്റ്. അപ്പം ഡ്രോയിയുടെ മീൻസ് ബയ്യറുടെ പേര് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം ഡോക്യുമെന്റിൽ. നെക്സ്റ്റ് ഒൻപതാമത്തെ ഇറ്റ് മസ്റ്റ് ബി ഡേറ്റഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്. ഇത് എന്ത് ചെയ്തിരിക്കണം? ഒരു ഡേറ്റ് ഇട്ടേക്കണം, ഒരു സ്റ്റാമ്പ് ചെയ്തിരിക്കണം, സ്റ്റാമ്പ് ചെയ്തിരിക്കണം. സ്റ്റാമ്പ് ചെയ്താലേ അത് ലീഗലി വാലിഡ് ആവുള്ളൂ. ഡേറ്റ് എന്ന് മീൻസ് ഒരു 3 months ആണ് നമ്മൾ സമയം കൊടുത്തേക്കുന്നത്, ബയ്യർക്ക് സമയം കൊടുത്തത്. അപ്പം ഇറ്റ് മസ്റ്റ് ബി ഡേറ്റഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് എന്തിനുള്ളത്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിനുള്ളത്. അപ്പം നമ്മൾ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം മെയിനായിട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറയുന്നു. എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് പഠിക്കുക. ഡ്രോയർ, ഡ്രോയി. ഡ്രോയർ ആരാണ്? ഡ്രോയർ മീൻസ് സെല്ലർ, ഡ്രോയി മീൻസ് ബയ്യർ. അവരെ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്? സെല്ലറെ ക്രെഡിറ്റർ എന്നും ബയ്യറെ ഡെറ്റർ എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഹുണ്ടീസിനെ പറ്റി പഠിച്ചു. വൈഡ് വെറൈറ്റീസ് ഓഫ് ഹുണ്ടീസ് ഉണ്ട്. അതിൽ ഓരോന്നും നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ബില്ല്, ടൈപ്പ് ഓഫ് ബില്ലുകൾ പഠിച്ചു. ടൈം ബില്ലും ഡിമാൻഡ് ബില്ലും. ഡിമാൻഡ് ബില്ലിൻ്റെ മറ്റൊരു പേരാണ് സൈറ്റ് ബില്ല്. ടൈം ബില്ലിൻ്റെ വേറൊരു പേരാണ് ഉസാൻസ് ബില്ല്. അതൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.